2004 ജൂലൈ 13 ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ജെ രമേശ് വാര്യത്തിന്റെ 22ാമത് വാർഷിക അനുസ്മരണ ദിനം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെയും ഗാർഡിയൻസ് ഓഫ് നേഷന്റെയും അനുസ്മരണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് ദിനാചരണം നടത്തിയത്. മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2004 ജൂലൈ 13 വീരമൃത്യു വരിച്ച ശൗര്യചക്ര ജെ രമേശ് വാര്യത്തിന്റെ 22ാമത് വാർഷിക അനുസ്മരണ ദിനം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസും ഗാർഡിയൻസ് ഓഫ് ദ നേഷനും അനുസ്മരണ കമ്മിറ്റിയും സംയുക്തമായി ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച അനുസ്മരണ സമ്മേളനം അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ എ റഹീമിന്റെ അധ്യക്ഷതയിൽ കൂടി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. ശത്രുക്കളെ നിരീക്ഷിച്ചു അവരോട് പൊരുതിയും നമ്മൾക്ക് വേണ്ടി സ്വന്തം കുടുംബമാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ എന്ന ആത്മസമർപ്പണത്തോടെയുള്ള ജീവത്യാഗത്തിൻ്റെ ഒരു ഇന്ത്യൻ സൈനിക ബഹുമതിയാണ് ശൗര്യചക്ര. അത് യുദ്ധത്തിലും യുദ്ധേതരത്തിലും കൊടുക്കുന്നതാണ്, സേനാംഗങ്ങൾക്കുമെല്ലാം. അപ്പം അത്തരത്തിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മളൊക്കെ സുഖമായി കിടന്ന് വീട്ടിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ പരസ്പര വിദ്വേഷത്തിലും ഒക്കെ പകപോക്കലിലും ഒക്കെയായി നമ്മൾ പോകുമ്പോൾ ഒരു പകയും ആരോടുമില്ലാതെ നമ്മൾക്ക് വേണ്ടി മാത്രം നിന്നുകൊണ്ട് പൊരുതി മരിച്ച ഒരു ധീര യോദ്ധാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ അടുത്ത സമയത്തുണ്ടായതാണല്ലേ. ആ കാലം നമുക്ക് ശത്രുക്കളൊക്കെ നമ്മളെ ആക്രമിക്കുവാൻ നമ്മുടെ രാജ്യത്ത് കയറി താവളമുറപ്പിക്കുമ്പോൾ അവരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവരെ തുരത്തി ഓടിച്ച് കൊല്ലേണ്ടവരെ കൊന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നു. മുരളീധരൻ വള്ളികുന്നം, എൻ കൃഷ്ണൻ, എൻ സുകുമാരപിള്ള, അഡ്വക്കേറ്റ് എ ഷാജഹാൻ, അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ, ആർ ഗിരിജ, അഡ്വക്കേറ്റ് എ അച്ചികുമാർ, എ ഷിജി, കേശവ പ്രസാദ്, ടി എ നാസിർ, മിനി സലീം, അബ്ദുൽ വാഹിദ്, അനീസ നൌഷാദ്, അഡ്വക്കേറ്റ് സുനി, രാകേഷ്, അൻഷാദ്, റജില നാസർ, വി സുധാകരൻ, പ്രൊഫസർ ജെ മുരളീദാസ് വാര്യത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആരംഭ കാലഘട്ടത്തിൽ പലരും അവരെ ആശ്വസിപ്പിക്കാനെത്തും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അവരെ ചേർത്ത് പിടിക്കാനും ശ്രമിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ കാലം മാറും തോറും, കാലം കഴിഞ്ഞ് പോകും തോറും പതുക്കെ ആ ഒരു കാര്യം അങ്ങ് വിടും. കാരണം മനുഷ്യ സഹജമായ കാര്യമാണ്. കാലം കടന്നു പോകുമ്പോൾ പലതും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു, പഴയത് മറക്കുന്നു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, വളരെ സ്വതന്ത്രരായി നമ്മൾ ജീവിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സൈനികർ ജീവൻ നൽകിയിട്ടുണ്ട്. അവരുടെ ജീവത്യാഗമാണ് ഇന്ന് നമ്മൾ ആശ്വസിക്കുന്ന സുഖവും സന്തോഷവും എല്ലാം തന്നെ. അതിൽ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന സൈനികരായ പോലും അവരുടെ ത്യാഗത്തിന്റെ മഹിമ, അവരുടെ ത്യാഗത്തിന്റെ വില, അല്ലെങ്കിൽ വിരമിച്ചു വന്നവരുടെ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം.